നമസ്കാരം. രാജ്യത്തിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളെ അട്ടിമറിക്കാനുള്ള പാക് ചാര സംഘടനയായ ISIയുടെ നീക്കങ്ങളെ തകർത്ത് ദില്ലി പോലീസും സൈനിക ഇൻ്റലിജൻസും. പഞ്ചാബ്, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നായി 11 യുവാക്കളെയാണ് സംയുക്ത ഓപ്പറേഷനിലൂടെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനങ്ങൾക്കും ചാരവൃത്തിക്കും പുതിയ തന്ത്രങ്ങൾ ISI മെനയുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ അറസ്റ്റ്. അറസ്റ്റിലായവരിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. സോളാർ പ്ലാന്റുകളിലും തന്ത്രപ്രധാനമായ സൈനിക മേഖലകളിലും സ്ഥാപിച്ചിരുന്ന CCTV ദൃശ്യങ്ങൾ ഇവർ പകർത്തി പാകിസ്ഥാന് നൽകിയിട്ടുണ്ട്. സോളാർ പവർ സിസ്റ്റത്തിലെ സാങ്കേതിക ദൃശ്യങ്ങളും രഹസ്യമായ സൈനിക നീക്കങ്ങളും ഇവർ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രത്യേക ആപ്പുകൾ ഉപയോഗിച്ചാണ് അതീവ രഹസ്യമായി ഈ വിവരങ്ങൾ ചാര സംഘടനയ്ക്ക് കൈമാറിയിരുന്നത്. സമാനമായ രീതിയിൽ മുൻപും രാജ്യത്തിന്റെ പ്രതിരോധ വിവരങ്ങൾ ചോർത്താനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. പലപ്പോഴും സൈനികരെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് സോഷ്യൽ മീഡിയയിലുള്ള ഹണി ട്രാപ്പുകളും ഇത്തരം ചാരവൃത്തിക്കായി ഉപയോഗിക്കാറുണ്ട്. മുൻപ് രാജസ്ഥാനിലെ അതിർത്തി മേഖലകളിൽ നിന്നും ബ്രഹ്മോസ് മിസൈൽ യൂണിറ്റുകളിൽ നിന്നും വിവരങ്ങൾ ചോർത്താൻ ശ്രമിച്ചവരെ സൈനിക ഇന്റലിജൻസ് പിടികൂടിയിരുന്നു. സൈനിക കേന്ദ്രങ്ങളുടെ ചിത്രങ്ങളും ലൊക്കേഷനുകളും പണം വാങ്ങി കൈമാറുന്ന ഈ ശൃംഖലകൾ രാജ്യസുരക്ഷയ്ക്ക് നിരന്തരമായ ഭീഷണിയാണ് ഉയർത്തുന്നത്. ചാരവൃത്തിയിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല ഈ 11 അംഗ സംഘത്തിന്റെ ലക്ഷ്യം. പ്രതികളിൽ നിന്ന് 5 തോക്കുകളും മറ്റു മാരകായുധങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗ്രനേഡ് ആക്രമണങ്ങൾ നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നതായും പോലീസ് വെളിപ്പെടുത്തുന്നു. ഡൽഹി സ്പെഷ്യൽ സെല്ലിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ നീക്കമാണ് വലിയൊരു ദുരന്തം ഒഴിവാക്കിയത്. ഇന്ത്യയിലെ യുവാക്കളെ പണം നൽകി പ്രലോഭിപ്പിച്ചിട്ടാണ് ISI തങ്ങളുടെ വലയിലാക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയോ പെട്ടെന്ന് പണമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരെയോ കണ്ടെത്തി അവർക്ക് ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്താണ് ഇത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത്. ഇതിനായി ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിലും ഇപ്പോൾ വ്യാപകമായ പരിശോധനകൾ നടന്നു വരികയാണ്. യുവാക്കളെ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ പകർത്തിയെടുക്കുന്ന രീതിയിലേക്ക് ISI നീങ്ങിയിട്ടുണ്ടെന്നും അത്തരം സംഘങ്ങളെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. കരസേന, ഇന്റലിജൻസും ഡൽഹി പോലീസും ചേർന്ന് ഈ സംഘത്തിന്റെ വേരുകൾ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ഇവർക്ക് പണം എവിടെ നിന്ന് ലഭിച്ചു എന്നും ഇന്ത്യയിൽ ഇവർക്ക് മറ്റ് സഹായികൾ ഉണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ഈ അറസ്റ്റോടുകൂടി അവസാനിക്കുന്ന ഒന്നല്ല പാക് ചാര സംഘടനകളുടെ നീക്കങ്ങൾ എന്നതാണ് സുരക്ഷാ ഏജൻസികൾ നൽകുന്ന മുന്നറിയിപ്പ്. പിടിയിലായ 11 പേർ ഒരു വലിയ ശൃംഖലയുടെ അംഗം മാത്രമാകാനാണ് സാധ്യത. നമ്മുടെ ഇടയിൽ തന്നെ സാധാരണക്കാരെന്ന വേഷത്തിൽ ഇനിയും ഇത്തരം ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടാകാം. ഡിജിറ്റൽ യുഗത്തിൽ അതിർത്തി കടന്നുള്ള ശത്രുക്കൾക്ക് തോക്കിനേക്കാൾ വലിയ ആയുധം ഇന്റർനെറ്റും സ്മാർട്ട് ഫോണുകളുമാണ്. പ്രത്യേക ആപ്പുകളിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ആരെയും എളുപ്പത്തിൽ ബന്ധപ്പെടാൻ ഇവർക്ക് സാധിക്കുന്നു. ഒരു ചെറിയ ക്ലിക്ക് അല്ലെങ്കിൽ ഒരു ഫോട്ടോ കൈമാറുന്നതിലൂടെ രാജ്യം വലിയൊരു അപകടത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് പലപ്പോഴും ഇവർ തിരിച്ചറിയുന്നില്ല. ഇത്തരം ചാരപ്രവർത്തികൾക്കും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കുമെതിരെ പോലീസും സൈന്യത്തിനുമൊപ്പം ഓരോ പൗരനും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയിൽ പരിചയമില്ലാത്തവരിൽ നിന്ന് വരുന്ന ലിങ്കുകൾ, പണം വാഗ്ദാനം ചെയ്തുള്ള സന്ദേശങ്ങൾ എന്നിവയെ കരുതിയിരിക്കണം. തന്ത്രപ്രധാനമായ ഇടങ്ങളുടെയോ സൈനിക കേന്ദ്രങ്ങളുടെയോ ഫോട്ടോകളും വീഡിയോകളും ഒരു കാരണവശാലും അപരിചിതർക്ക് നൽകുകയോ ഇന്റർനെറ്റിൽ പങ്കുവയ്ക്കുകയോ ചെയ്യരുത്. നിങ്ങളുടെ പരിസരത്തോ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലോ സംശയാസ്പദമായ രീതിയിൽ പണം ചെലവാക്കുന്നവരെ അല്ലെങ്കിൽ രഹസ്യ നീക്കങ്ങൾ നടത്തുന്നവരെയോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകാതെ തന്നെ അധികൃതരെ വിവരം അറിയിക്കുക. പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള ആഗ്രഹത്തിൽ ഇത്തരം കെണികളിൽ വീഴുന്നത് ഭൂരിഭാഗവും യുവാക്കളാണ്. രാജ്യത്തോടുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ചും ഇത്തരം കുറ്റകൃത്യങ്ങൾ ജീവിതം തന്നെ തകർക്കും എന്നതിനെക്കുറിച്ചുമുള്ള കൃത്യമായ ബോധവൽക്കരണം നൽകണം. നമ്മുടെ കൊച്ചു ശ്രദ്ധക്കുറവ് രാജ്യത്തിന്റെ വലിയൊരു സുരക്ഷാ വീഴ്ചയായി മാറാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും കണ്ണും കാതും തുറന്നു പിടിക്കണം. ഉത്തർപ്രദേശിലും പഞ്ചാബിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപകമായ റെയ്ഡുകൾ സൂചിപ്പിക്കുന്നത് ശത്രുക്കളുടെ വലക്കണ്ണികൾ നമ്മൾ വിചാരിക്കുന്നതിലും ആഴത്തിലാണ് എന്നതാണ്. അതിനാൽ ജാഗ്രത മാത്രമാണ് ഏക പ്രതിവിധി. മുൻകാലങ്ങളിൽ നേരിട്ടുള്ള സമ്പർക്കങ്ങളിലൂടെയാണ് വിവരങ്ങൾ കൈമാറിയിരുന്നത് എങ്കിൽ ഇന്ന് സ്മാർട്ട് ഫോൺ ആപ്പുകളാണ് ISI പോലുള്ള സംഘടനകളുടെ പ്രധാന ആയുധം. സാധാരണ ഗെയിമിംഗ് ആപ്പുകളെന്നോ അല്ലെങ്കിൽ ഫോട്ടോ എഡിറ്റിംഗ് ആപ്പുകളെന്നോ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള മാൽവെയറുകൾ ഉപയോഗിച്ചാണ് ഇവർ വിവരങ്ങൾ ചോർത്തുന്നത്. ഈ 11 യുവാക്കളും ഇത്തരത്തിലുള്ള ആപ്പുകൾ വഴിയാണ് സൈനിക നീക്കങ്ങളുടെ ദൃശ്യങ്ങൾ കൈമാറിയതെന്നത് സൈബർ സുരക്ഷാ രംഗത്തെ വലിയൊരു വെല്ലുവിളിയാണ് ചൂണ്ടിക്കാട്ടുന്നത്. സോളാർ പ്ലാന്റുകളുടെ സാങ്കേതിക വിവരങ്ങൾ വരെ ഇവർ ലക്ഷ്യം വെച്ചത് ഇന്ത്യയുടെ ഊർജ്ജ മേഖലയെ പോലും തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇത്തരം ആപ്പുകൾ ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ നമ്മുടെ ലൊക്കേഷനും ക്യാമറയും മൈക്രോഫോണും വരെ ശത്രുക്കളുടെ നിയന്ത്രണത്തിലാകുന്നു എന്നത് ഓരോ സ്മാർട്ട് ഫോൺ ഉപഭോക്താവും തിരിച്ചറിയേണ്ട സത്യമാണ്. തന്ത്രപ്രധാന മേഖലകളിലെ ദൃശ്യങ്ങൾ ചോർത്തുകയും ആയുധങ്ങളുമായി ഭീകരാക്രമണത്തിന് പദ്ധതിയിടുകയും ചെയ്തവർ പിടിയിലായതോടെ രാജ്യം നേരിടുന്ന വലിയൊരു സുരക്ഷാ ഭീഷണിയാണ് തൽക്കാലം ഒഴിവാക്കപ്പെട്ടത്. രാജ്യത്തിന്റെ സുരക്ഷാ ഭൂപടത്തിൽ ഡൽഹിയും പഞ്ചാബും ഒരിക്കൽ കൂടി ചർച്ചയാകുമ്പോൾ പുറത്തുവരുന്നത് അതീവ ഗൗരവകരമായ ചില യാഥാർത്ഥ്യങ്ങളാണ്. 11 യുവാക്കൾ പിടിക്കപ്പെട്ടു എന്നതിലുപരി അവർ എങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്തെ വഞ്ചിച്ചു എന്നതും അതിനായി അവർക്ക് ലഭിച്ച സൗകര്യങ്ങളും നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്.
എന്നുള്ളതാണ്. അതിർത്തിയിലെ വെടിയൊച്ചകൾ മാത്രമല്ല ഇന്നത്തെ യുദ്ധമെന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണുകളും ആപ്പുകളും വരെ ശത്രുവിന്റെ ചാരക്കണ്ണുകളായി മാറിയിരിക്കുന്നു എന്നതും നാം തിരിച്ചറിയണം. പിടിയിലായവർ യുവാക്കളാണ് എന്നത് വലിയൊരു ആശങ്കയാണ്. ISI പോലുള്ള സംഘടനകൾ ഇന്ന് ലക്ഷ്യമിടുന്നത് അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെ മാത്രമല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തുള്ള സാധാരണക്കാരായ യുവാക്കളെയാണ്. പണം നൽകി പ്രലോഭിപ്പിച്ചും ആഡംബര മോഹങ്ങൾ നൽകിയും ഇവരെ സ്വന്തം രാജ്യത്തിനെതിരെ തിരിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ചില ചിത്രങ്ങൾ പകർത്തിയാൽ എന്ത് സംഭവിക്കാനാണ് എന്ന ലളിതമായ ചിന്തയിൽ തുടങ്ങുന്ന ഈ ചതിക്കുഴികൾ ചെന്നവസാനിക്കുന്നത് വലിയൊരു ആയുധ ശേഖരത്തിലേക്കും സ്ഫോടനങ്ങളിലേക്കുമാണ്. സ്വന്തം നാടിന്റെ സുരക്ഷയേക്കാൾ വലുതാണ് പണമെന്ന ചിന്ത എങ്ങനെയാണ് ഇവരുടെ തലച്ചോറിൽ കുടിയേറുന്നത് എന്നത് വലിയൊരു സാമൂഹിക പ്രശ്നമായി നാം കാണണം. മുൻപ് അതിർത്തി വേലികൾക്കുള്ളിൽ നിന്നിരുന്ന ചാരവൃത്തി ഇന്ന് നമ്മുടെ ബെഡ്റൂമുകളിലും ജോലി സ്ഥലങ്ങളിലും വരെ എത്തിയിരിക്കുന്നു. സോളാർ പ്ലാന്റുകളിലെ സാങ്കേതിക വിവരങ്ങളും സൈനിക നീക്കങ്ങളുടെ CCTV ദൃശ്യങ്ങളും ചോർത്താൻ ഇവർക്ക് സാധിച്ചുവെങ്കിൽ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളിലെ പഴുതുകൾ എത്രത്തോളം ഉണ്ടെന്ന് നാം പരിശോധിക്കണം. സൈബർ സുരക്ഷ എന്നത് ഇനി സർക്കാർ സ്ഥാപനങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. സംശയാസ്പദമായ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുമ്പോഴും അജ്ഞാതരായ വ്യക്തികളുമായി ഓൺലൈനിൽ സൗഹൃദം കൂടുമ്പോഴും നമ്മൾ കൈമാറുന്നത് ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങളായിരിക്കാം. സോളാർ പ്ലാന്റുകളിലെയും മറ്റും അതീവ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ ചോർത്തുന്നത് വഴി ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങളെ തന്നെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. വൈദ്യുതി, വാർത്താവിനിമയം, പ്രതിരോധം എന്നിവ തകർക്കപ്പെട്ടാൽ ഒരു രാജ്യം തന്നെ നിശ്ചലമാകും. ഇതിനായി നമ്മുടെ നാട്ടിൽ തന്നെയുള്ള യുവാക്കളെ ആയുധമാക്കുകയാണ് ശത്രുരാജ്യത്തിന്റെ കുടിലബുദ്ധി. ഇത്തരം ഒറ്റുകാരെ കണ്ടെത്താൻ പോലീസിനും ഇന്റലിജൻസിനും മാത്രം സാധിക്കില്ല. ഓരോ പൗരനും ഓരോ ഇൻഫോർമറായി മാറേണ്ട കാലമാണിത്. നിങ്ങളുടെ അയൽപ്പക്കത്തോ സുഹൃത്തുക്കളുടെ ഇടയിലോ അസ്വാഭാവികമായ മാറ്റങ്ങൾ കാണുന്നവരെയോ പെട്ടെന്ന് സമ്പന്നരാകുന്നവരെയോ നിരീക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഭയം വിതയ്ക്കുക എന്നതാണ് ചാരസംഘടനകളുടെ ലക്ഷ്യം. എന്നാൽ ജാഗ്രത കൊണ്ട് നമുക്ക് അതിനെ മറികടക്കാൻ സാധിക്കും. യുവാക്കൾക്കിടയിൽ രാജ്യസ്നേഹത്തെക്കുറിച്ചും സൈബർ ചതിക്കുഴികളെക്കുറിച്ചും കൃത്യമായ ബോധവൽക്കരണം നൽകണം. പണം എവിടെ നിന്ന് വരുന്നു എന്നതിനെക്കുറിച്ച് കുടുംബങ്ങൾ കൂടുതൽ ബോധവാന്മാരാകണം. അതോടൊപ്പം തന്നെ സൈബർ നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കുകയും ഇത്തരം രാജ്യദ്രോഹികൾക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുകയും വേണം. ഭാരതം ഇന്ന് ലോകശക്തിയായി വളരുമ്പോൾ ആ വളർച്ചയെ തടയാൻ നോക്കുന്ന ശത്രുക്കൾക്ക് തുണയായി നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ആളുകൾ ഉണ്ടാകുന്നത് ലജ്ജാവഹമാണ്. ഈ 11 പേരുടെ അറസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. ഇനിയും എത്ര പേർ ഇത്തരത്തിൽ പുറത്തിറങ്ങാനുണ്ട് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മൾ പുലർത്തുന്ന ഓരോ നിമിഷത്തെ ജാഗ്രതയുമാണ് ഈ രാജ്യത്തിന്റെ സുരക്ഷ. ചാരസംഘടനകളുടെ ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ യുവാക്കൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. ഈ 11 യുവാക്കളുടെ അറസ്റ്റ് ക്രിമിനൽ കേസ് മാത്രമല്ല, രാജ്യം നേരിടുന്ന അദൃശ്യമായ യുദ്ധത്തിന്റെ വിളംബരം കൂടിയാണ്. നമ്മുടെ സമാധാനവും സുരക്ഷയും തകർക്കാൻ അതിർത്തിക്കപ്പുറം ഗൂഢാലോചനകൾ നടക്കുമ്പോൾ അതിന് ഉപകരണങ്ങളായി മാറുന്നത് നമ്മുടെ സ്വന്തം സഹോദരങ്ങളാണ് എന്നത് കൈപ്പേറിയ സത്യമാണ്. പണത്തോടുള്ള ആർത്തിയും ഡിജിറ്റൽ യുഗത്തെ അറിവില്ലായ്മയും ഒരാളെ എത്തിക്കുന്നത് രാജ്യദ്രോഹമെന്ന ഒരിക്കലും മായ്ക്കാനാവാത്ത കളങ്കത്തിലേക്കാണ്. ഡൽഹി സ്പെഷ്യൽ സെല്ലും ആർമി ഇന്റലിജൻസും കാട്ടിയ ഈ ചടുലമായ നീക്കം വലിയൊരു ദുരന്തം ഒഴിവാക്കിയെങ്കിലും ഓരോ പൗരനും ഓരോ കാവൽക്കാരനായി മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ശത്രുക്കളുടെ ചാരക്കണ്ണുകൾ ഇനി നമ്മുടെ ഡിജിറ്റൽ ലോകത്തിലേക്കാണെന്ന് തിരിച്ചറിഞ്ഞ് ജാഗ്രതയോടെയും കരുതലുകളുടെയും മുന്നോട്ട് പോയാൽ നമ്മുടെ ഭാരതത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നിരിക്കെ സുരക്ഷാ ഏജൻസികളോടൊപ്പം നാമും അണിചേരേണ്ടതുണ്ട്. രാജ്യമാണ് പ്രധാനമെന്ന ഉറച്ച ബോധ്യത്തോടെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.